2 മാസം മുമ്പ് കൊച്ചി കേന്ദ്രീകരിച്ച് വ്യാപകമായ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ റെയ്ഡ് നടത്തിയ കൊച്ചി പോലീസ് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സ്പേസ് ഇന്റർനാഷണലിനെ തൊട്ടിട്ടില്ല. പരിശോധനയ്ക്ക് മുൻപ് തന്നെ സ്പേസ് ഇന്റർനാഷണലിനെതിരെ എഫ്ഐആർ ഉണ്ടായിട്ടും നിരന്തര പരാതികൾ പോലീസിലെത്തിയിട്ടും പോലീസ് അനങ്ങിയിട്ടില്ല. MG റോഡിൽ നടന്ന പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തിയ 2 റിക്രൂട്ടിംഗ് ഏജൻസികളിലെ താക്കോൽ ഇപ്പോഴും പോലീസിന്റെ കയ്യിലുണ്ട്. റിപ്പോർട്ടർ വാർത്താ പരമ്പര തുടരുകയാണ്. തട്ടിപ്പിന്റെ റിക്രൂട്ട്. ഒരു വർഷം മുമ്പാണ് സ്പേസ് ഇന്റർനാഷണലിനെതിരെ ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി തുടങ്ങിയത്. അതിനിടയിൽ റെയ്ഡ് നടത്തിയപ്പോൾ സ്പേസ് ഇന്റർനാഷണലിനെ കൊച്ചി പോലീസ് ബോധപൂർവം ഒഴിവാക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ നവംബറിലാണ് കൊച്ചി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം നഗരത്തിലെ റിക്രൂട്ട്മെന്റ് ഏജൻസികളിൽ വ്യാപക പരിശോധന നടത്തിയത്. 13 ഏജൻസികളിലായിരുന്നു പരിശോധന. ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് 2 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുമെടുത്തു. അപ്പോഴും സ്പേസ് ഇന്റർനാഷണലിനെ തൊട്ടില്ല. ACP ഓഫീസിൽ നമ്മൾ കൊടുത്തായിരുന്നു, DCPക്ക് കൊടുത്തത്. അവിടെയൊക്കെ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യമാണ്. അവർ കൈ കഴുകിയിട്ടാണ് നമ്മുടെ അടുത്ത് സംസാരിച്ചത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് 14 ലക്ഷം രൂപ വീതം നഷ്ടപ്പെട്ടവരും യാത്രാ വിലക്ക് കിട്ടുകയും ചെയ്ത ഉദ്യോഗാർത്ഥികൾ പരാതിയുമായി എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തിയത്. പരാതി സ്വീകരിച്ചില്ല. തട്ടിപ്പിനിരയായവർ DCPയെ നേരിട്ട് കണ്ടു. ACPയുടെ ഓഫീസിലെത്തി പ്രതികളെ വിളിപ്പിച്ചു. എത്രയും പെട്ടെന്ന് പണം തിരിച്ചു കൊടുക്കാൻ ACP നിർദ്ദേശവും നൽകി. ഇതെല്ലാം നടന്നത് സെപ്റ്റംബറിലാണ്. എന്നിരിക്കെയാണ് നവംബറിൽ നടന്ന റെയ്ഡിൽ നിന്ന് സ്പേസ് ഇന്റർനാഷണലിനെ പോലീസ് ഒഴിവാക്കിയത്. 14 ലക്ഷം രൂപ നഷ്ടപ്പെട്ട കൊച്ചി സ്വദേശിയായ മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ പരാതിയിൽ സൗത്ത് പോലീസ് FIR എടുത്തതും വ്യാപക റെയ്ഡിന് മുമ്പ് തന്നെ. എന്നിട്ടും നിറയെ പരാതിയുള്ള സ്പേസ് ഇന്റർനാഷണലിനെ പോലീസ് തൊട്ടതേയില്ല. 3 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തുകയും 20ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് യാത്രാ വിലക്ക് കിട്ടുകയും ചെയ്തിട്ടും സ്പേസ് ഇന്റർനാഷണലിനെ കൊച്ചി പോലീസ് തൊടാത്തത് എന്തുകൊണ്ടാണ്? ഇത്ര വലിയ തട്ടിപ്പായിട്ട് കൂടി പോലീസ് ഒന്ന് കയറുക പോലും ചെയ്യാതിരിക്കാൻ കാരണമെന്താണ്? റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.